ഫാൻസ് അടിയുടെ ഇടിയുടെ പെട്ടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് വേണ്ടി നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വേറെ ഒന്നുമില്ല, ഞാനെടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ പറ്റും. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അനീഷിനെ മറ്റു മത്സരാർത്ഥികൾ ഒരുമിച്ച് നിന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലേ, അതൊരു ശരിയായ നടപടിയല്ല. കൂടുതലറിയാൻ നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, സർക്കാർ ഉദ്യോഗസ്ഥൻ മാറ്റിവെച്ച് അത് വേണ്ടെന്ന് വെച്ച് ബിഗ് ബോസ് പഠിച്ച് അലച്ച് കരച്ച് കുടിച്ച് പഠിച്ചിട്ട് വന്ന ഒരു മത്സരാർത്ഥിയാണ്, കോമൺ ആയി വന്ന അനീഷ്. ഈ അനീഷ് വന്നപ്പോൾ തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വന്ന് കളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് അനീഷ്. അനീഷിൻ്റെ പേര് ഇപ്പോൾ ഒരുപാട് ചർച്ചാ വിഷയമാകും. പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് അനീഷിനത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരും. ഈ ടാർഗറ്റ് ചെയ്യുമ്പം ആളുകൾക്കൊക്കെ അനീഷിനോട് കൂടുതൽ സഹതാപം വരും. കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വന്ന ആളുകൾ അനീഷിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റു മത്സരാർത്ഥികളെ ഒറ്റക്കെട്ടാണ്. അനീഷ് ഒന്ന് വാ തുറന്നാൽ അനീഷിനെതിരെ എല്ലാവരും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറയും. അനീഷ് നന്നായിട്ട് ചൊറിയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ലപോലെ ചൊറിയുന്നുണ്ട്. പുള്ളി അങ്ങോട്ട് കയറി ചൊറിയുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ പുള്ളി എന്നെ പറയും, അത് വലിയ മൈൻഡ് ആക്കാറില്ല. പുള്ളിയെ ഇങ്ങോട്ട് ചൊറിയുമ്പോൾ പുള്ളിക്ക് അറിയാം, പുള്ളി അത് വേറെ രീതിയിലാക്കും. എന്ന് വെച്ചാൽ ആ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല, ചിലതിനൊക്കെ പുള്ളി റീപ്ലൈ കൊടുക്കും. പുള്ളി പറയുന്ന കാര്യങ്ങൾ പുള്ളി ഉറച്ചു നിൽക്കും. മറ്റുള്ളവർ പറയുന്നത് ആ ചെവിയുടെ ഈ ചെവിയിലേക്ക് കേൾക്കും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പുള്ളീനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവിടെ ഒരു ഗ്രൂപ്പിസം, 1-2 ഗ്രൂപ്പിസം അവിടെ ഉണ്ട്. ഈ അപ്പാനി ഷർത്തിന് ഒരു ഗ്രൂപ്പിസം, അങ്ങനെ കുറച്ച് പേർക്ക് അവിടെ ഒരു കുറേ, ഷാനവാസിനൊക്കെ ഒരു ഗ്രൂപ്പിസം, അങ്ങനെ കുറേ ഗ്രൂപ്പിസം അവിടെ ഉണ്ട്. അതിൽ ആരട്ടൻ അവിടെ വന്ന് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. ഈ ഗ്രൂപ്പിസം അവിടെ ഉണ്ടല്ലേ എന്ന് അനുമോളോട് ചോദിച്ചു. പക്ഷെ ഇത് ജനങ്ങൾക്കിടയിലേക്ക് അത് ചെല്ലുമ്പോൾ അനീഷിന് വോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇവരുടെ ഗ്രൂപ്പിസം ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിനെ ഒറ്റക്കെട്ടായിട്ട് ആക്രമിക്കുക, എല്ലാവരും കൂടെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മലയാളികളല്ലേ, അവർ കൂടുതലും അനീഷിന് വോട്ട് കിട്ടും. ഒരുപക്ഷെ അനീഷ് ടോപ്പ് 5 വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ്, കോമണറായി എന്ന് പറഞ്ഞോട്. പക്ഷേ ഇപ്പോഴും അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു. അനീഷിൻ്റെ ഗെയിം പ്ലാൻ വേറൊരു ലെവലാണ്. അനീഷിന് കളി അറിയാം, കളിക്കാനും അറിയാം. കളി പഠിച്ചിട്ടാണ് അങ്ങേര് വന്നത്. അതുകൊണ്ടാണ് അങ്ങേര് അവിടെ നിന്ന് മറ്റുള്ള മത്സരാർത്ഥികൾ എന്ത് ടാർഗറ്റ് ചെയ്താലും പുള്ളി അധികം ചെവി കൊടുക്കാത്തത്. പുള്ളി പറയുന്നത് റോബോട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ റോബോട്ട് പറയുന്ന രീതിയിലാണ് പുള്ളി അവിടെ കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. പക്ഷേ ഈ മറ്റുള്ള ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ടാർഗറ്റ് ചെയ്ത് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ ഒരു ഗ്രൂപ്പിസം. അനീഷിനെതിരെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടാണ്. അപ്പോൾ അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരിലേക്ക് ചെല്ലും. അതാണ് അനീഷിന് വേണ്ടത്. അതിലൊരു ഏറെക്കുറെ ഒരു പരിധി വരെ അനീഷ് അത് വിജയിച്ചിരിക്കുകയാണ്. അനീഷിനെ വഴിക്കങ്ങ് വിടുകയാണ്. അനീഷ് ഇത് മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ അനീഷിനെ ടാർഗറ്റ് ചെയ്ത വഴിക്ക് പോകുന്നത്. അനീഷ് എന്തായാലും 2-3 ആഴ്ചക്കുള്ളൂ ഔട്ടാവും അങ്ങനെ ചെയ്യുവാണെങ്കിൽ. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ കൂടുതൽ അറിയാൻ എൻ്റെ ചാനലിലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.